അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ അൽ ഖൗമിലുള്ള മഹാനവറുകളൊന്ന് സംസാരിക്കും. നമ്മളെ നൗഷുവിൻ്റെ ഷെയ്ഖ് മൂപ്പരൊന്ന് പറയും. പല സ്ഥലത്തും തൊട്ട് കളിക്കുന്നത് പോലെ അല്ല, ചില സ്ഥലത്ത് തൊടുമ്പം ഇത് സെൻറ്റർ പോയിൻ്റാണ്. മടവൂര് അവിടെ തൊട്ടിട്ടുള്ള കളി അത് അത്ര എളുപ്പത്തിൽ കഴിച്ചിലാകാൻ പറ്റുന്ന ഭാഗമായിരിക്കില്ല. അത് കുറച്ച് കളി കാര്യമാകും. ഇനി പേടിപ്പിച്ചാണ് കേട്ടോ, പേടിപ്പിച്ചാണ്. പറയും. അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക. ആ ഭാഗത്ത് ഇടപെടുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെയും അപകടം പിടിക്കുക ഭാഗത്താണ് തൊടുന്നത് എന്ന് ഓർമ്മ വേണം. ഇതുവരെ പറഞ്ഞത് അൽഹംദുലില്ലാ നമുക്കൊരു മർളിയായ കാര്യമാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പറയണമെന്ന് കേട്ടോക്കണേ. അപ്പത്തിന് ഇനി നമ്മളെ ഉസ്താദുമാരെ മേലക്ക് കയറി കേട്ടോ. ഞാൻ ആരെ പറഞ്ഞാലും എൻ്റെ സംഘടനാ ശക്തി കൊണ്ടും പിൻബലം കൊണ്ടും സ്വാധീനം കൊണ്ടും പണം കൊണ്ടും ആളുകളെ കൊണ്ടും ഞാൻ പറഞ്ഞാൽ അതിവിടെ ഞാൻ നടപ്പിലാക്കിയിട്ടുണ്ട്. ഞാനത് പറഞ്ഞിട്ട് തീരുമാനമാക്കിയിട്ടുണ്ട്. അത് പേരോട് ഉസ്താദിനെയും പൊന്മള ഉസ്താദിനെയാണ് ആ പറയുന്നത്. അതിൻ്റെ മർജിയിലെയും അടങ്ങുന്നത് പേരോട് ഉസ്താദിലേക്കും പൊന്മള ഉസ്താദിലേക്കുമാണ് ഷെയ്ഖ് പറയുന്നത് കേട്ടോ. എന്നൊക്കെ പല രൂപത്തിലുള്ള തോന്നലുണ്ടാകും, വ്യാമോഹം ഉണ്ടാകും. ഒരു ചുക്കും നടക്കാൻ പോണില്ല. ഷെയ്ഖുന നിങ്ങൾ അങ്ങനെ പറയില്ലും ഷെയ്ഖേ. അങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങളെ ഈ ആദ്യ വാക്കുകളൊക്കെയാണ് ഞങ്ങൾക്ക് നിങ്ങളെ തട്ടേണ്ടി വരികയാണ്. നിങ്ങളേതായ ലെവലിൽ ഇങ്ങനെ ദിക്റും ചൊല്ലി തസ്ബീമാലിയും കയ്യിൽ പിടിച്ചുകാണ്ട് പെട്ടെന്ന് പോയി കടന്നുറങ്ങലും സലാം പറഞ്ഞുകൊണ്ട് ആ രൂപത്തിൽ അങ്ങനെ പോവുകയാണ്. നിങ്ങളാര് കളിയാക്കിയാലും ആര് പരിഹസിച്ചാലും നിങ്ങൾ അയിമക്ക് നോക്കാതെ അങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ വിശ്വസിച്ചിരുന്നു. അങ്ങനെ തന്നെ നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ സ്വപ്നനഗരിയിലേക്ക് നിങ്ങളെ തറക്കല്ലിടാൻ വേണ്ടി കൊടുന്നത്, ഷെയറെ മുബാറക്കിൻ്റെ പള്ളിക്ക് തറക്കല്ലിടാൻ വേണ്ടി കൊടുന്നു. നിങ്ങളവിടെ കൂട്ടായിട്ട് കരഞ്ഞ് ദുആ ചെയ്തപ്പോഴൊക്കെ ഞങ്ങൾ കണ്ണുകൂടി കണ്ണുനീര് വന്നിട്ട് ജലദോഷം പിടിച്ച് മൂക്കുകൂടിയൊക്കെ തുമ്പൽ പിടിച്ച് നിങ്ങളെ ദുആയിൽ പങ്കെടുത്ത് കണ്ട്. കാരണം എന്തുകൊണ്ട് വെച്ചാൽ നിങ്ങളെ ഞങ്ങൾ ഷെയ്ഖായി കണ്ടു. നിങ്ങൾ പറയപ്പെടുന്ന ഈ പറയുന്ന പേരോട് ഉസ്താദ് ഇപ്പുറത്തുനിന്ന് കരിയാണ്, അപ്പുറത്ത് പൊന്മള ഉസ്താദ് നിന്ന് കരിയാണ്. ഇങ്ങനെ എല്ലാവരും നിങ്ങളെ നിങ്ങളാണല്ലോ ദുആക്ക് നേതൃത്വം നൽകുന്നത്, സമാപന ദുആങ്ങളാണല്ലോ. അപ്പോൾ ആ ദുആയിൽ ഞങ്ങളെല്ലാവരും പെട്ട് വല്ലാത്തൊരു സന്തോഷമായിരുന്നു. ഒരു തന്നെയാണ്. അൽ ഖൗമിൽ നിങ്ങളെയാണ് രജിസ്റ്റർ ആദ്യം ഒന്നാമത്തെ എന്നൊക്കെ ഞങ്ങൾ കരുതി. പക്ഷേ പിന്നെ നിങ്ങളുടെ ഈ ആദ്യ കളികളൊക്കെ പാടെ വന്ന് തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി കൊണ്ട് നല്ല ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന് ബോധ്യപ്പെടലോടുകൂടെ നിങ്ങൾ അൽ ഖൗമിലല്ല പെട്ടിക്കണത്, പെട്ട ഖൗമ് വേറെയാണെന്നുള്ള കാര്യം ബോധ്യപ്പെട്ടു. ഇപ്പോഴും നിങ്ങൾ അങ്ങനെ തന്നെയുള്ള തുടങ്ങി. ഷെയ്ഖ് മടവൂരിൻ്റെ കാര്യം എങ്ങനെയാണ് പറഞ്ഞ് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാണ്, നേരെ അങ്ങോട്ട് ചാടുകയാണ് പൊന്മള ഉസ്താദിനെയും പേരോട് ഉസ്താദിനെയും തിന്നാൻ. ഇനി നിങ്ങളെ അൽ ഖൗമിൽ അൽ ഖൗമാണ്. അതുപോലെ നിങ്ങൾ ഷെയ്ഖുനാൻ്റെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന നമ്മളെ നൗസുണ്ടല്ലോ, നൗസൊക്കെ നമ്മളെ പകര ഉസ്താദിനെ പറയുന്നതൊക്കെ ഒന്ന് കേൾക്കണം. പകര ഉസ്താദ് എന്ന് പറഞ്ഞാൽ എന്താന്ന് ഇവർക്കാർക്കെങ്കിലും അറിയോ? പകര ഉസ്താദിൻ്റെ മൂത്രം ചാടിക്കിടക്കാൻ മാത്രം ഈ പറയപ്പെട്ടവരൊക്കെ ഉണ്ടോ? ഒന്ന് നല്ലോണം ചിന്തിക്കേണ്ടിയിരിക്കുന്നു നൗഷാദേ. പകര ഉസ്താദിനൊക്കെ നല്ലോണം പറയുന്നുണ്ട്. പകര ഉസ്താദിൻ്റെ ഒക്കെ കാര്യം വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട്. കാരണം പകര ഉസ്താദ് പറയാൻ അന്നെയും എൻ്റെ കാട്ടുകള്ളിനെയും പറയാനുള്ള കാരണം എന്ത് എന്നുള്ളത് പകര ഉസ്താദ് പരാമർശിക്കുന്നുണ്ട്. അതൊന്ന് കേട്ട് നോക്കി എന്നിട്ട് ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് പിന്നീട് പറയാം. പകര ഉസ്താദ് ഒന്ന് പറയട്ടെ. വരും ഉസ്താദേ. പോയി ഈമാൻ തെറ്റിയ കള്ളത്തൊരീക്കത്തുകാരുണ്ട്. കേട്ടില്ലേ? പകര ഉസ്താദ് പറയുന്നുണ്ട് ഈമാൻ തെറ്റിയ കള്ളത്തൊരീക്കത്തുകാരുണ്ട്. ബാക്കി പറയട്ടെ ഉസ്താദ്. അതിലും നമ്മൾ കൂടിപ്പോകരുത്. അള്ളാഹുവിന്റെ റസൂൽ പലരിലും ഇറങ്ങുന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. എൻ്റെ ദർസിൽ നിന്ന് ഞാൻ ഒരു വിദ്യാർത്ഥിയെ പുറത്താക്കി. ആ കുട്ടിയുടെ വാദം എന്താ? അള്ളാഹുവിന്റെ റസൂൽ സിയമിലെത്തിയിരിക്കുന്നു.
ഉസ്താദ് ഈ പറയുന്ന വിഷയം വളരെയധികം ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു വിഷയമാണ്. അള്ളാഹിൻ്റെ റസൂൽ CM എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഈ വിഷയം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് പറയാൻ കാരണം, മടവൂർ CM വലിയുല്ലാഹി ഖദ്ദസുല്ലാഹു സിർറുൽ അസീസ് തങ്ങളെ അങ്ങേയറ്റം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വലിയ ഒരു പണ്ഡിതനാണ് മഹാനായ ഷെയ്ഖുന നമ്മളെ പകര ഉസ്താദ് അവറുകൾ. ഈ ഉസ്താദ് ഇത് പറയാൻ കാരണം, കള്ളത്തൊരീക്കത്തിലേക്ക് ചേക്കേറിയ ആളെ സംബന്ധിച്ച് ഒരു മഹാനായ ഉസ്താദിൻ്റെ അടുത്ത് പഠിച്ച ഒരു മുത്തഅല്ലിം ചേക്കേറിയപ്പോൾ അതിനെ സംബന്ധിച്ച് ആ ഉസ്താദ് അവറുകൾ പറയുന്നതെന്ന് കേട്ടു നോക്കി. ഞാൻ വളരെ കഷ്ടപ്പെട്ട് അവിടെ നിർത്തി. എന്താ നിർത്താൻ കാരണം? ആ കുട്ടി കുരുവട്ടൂര് ഹാഫിൽ എന്ന് പറയുന്ന ആളുമായി ബന്ധമുള്ള ആളാണ്. പകരുസ്താദി പറഞ്ഞ കുരുവട്ടൂര് ഹാഫിദിനെ മനസ്സിലായില്ല മക്കളെ? അത് ആരാണെന്നറിയോ? നമ്മളെ വൈലത്തൂർ തങ്ങൾ പാപ്പ ഓമനപ്പേരിട്ട് വിളിച്ച കാട്ടുകള്ളൻ. എപ്പോഴും നൗഷാദ് മുസ്ലിയാർക്ക് ഫോൺ ചെയ്യുന്ന ആളാണ്. അവിടുത്തെ ഒരു വാക്കുകളുടെ ഫലം ഇത് നോക്കണം, കൈകാര്യം നോക്കണം. നൗഷാദ് മുസ്ലിയാർ എന്ന് പറഞ്ഞിട്ടാ പറയുന്ന ഉസ്താദ് അവറുകൾ അത്തരം കാര്യങ്ങൾ സൂക്ഷ്മതയിൽ സംസാരിക്കുന്ന ഉസ്താദ് അവറുകളാണ്. ആ ഉസ്താദിനെ നൗഷാദ് പറയാത്തതൊന്നുമില്ല ഓൻ്റെ കാട്ടിക്കൂട്ടലില്. എനിക്കതിന് താല്പര്യമില്ല. ഞാനതിനോട് വിയോജിപ്പ് പലപ്പോഴും കുട്ടികളോട് പറഞ്ഞതാണ്. പക്ഷേ കുട്ടികളല്ലേ, നന്നാവും എന്നുള്ളതിലേക്ക് 6 കൊല്ലത്തോളം ഞാൻ പോറ്റി. ആ പേരിൽ ഞാൻ ചീത്തപ്പേര് വരെ കേൾക്കേണ്ടി വന്നു. ഷെയ്ഖുന പറയുമ്പോൾ ചീത്തപ്പേര് എന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല, ഇവൻ്റെ ഈ കുതിരളി കൊണ്ട് ഓനെ ദിവസം പുറത്താക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ എന്തുണ്ടാകും, ആളുകൾ പറയുന്നുണ്ടാവും, മഹല്ലത്തേര് പറയുന്നുണ്ടാവും, എന്തിനാ പുറത്താക്കിയെന്ന് സ്വാഭാവികമായിട്ട് ചോദിച്ചിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ ഓൻ ഇതുവരെ നിർത്തിയത് എന്തിനെ എന്നും ചോദിച്ചിട്ടുണ്ടാവാം. ഇതല്ലാതെ ചീത്തപ്പേര് വേറെ മോശമായ ചീത്തപ്പേരല്ല കേട്ടോ, അത് മനസ്സിലാക്കാൻ വേണ്ടി കൊണ്ട് പറഞ്ഞു. നന്നാക്കി എടുക്കാമെന്ന് വിചാരിച്ച് ചെയ്തതാണ്. അങ്ങനെ ആ കുട്ടി പിന്നെ അവസാനം വാദിച്ചത് CM വലിയുള്ള മുത്തുനബിയാണ് എന്നാണ്. കേട്ടില്ല നിങ്ങള്? കാട്ടുകള്ളനോടൊപ്പം കൂടിയപ്പോൾ CM വലിയുള്ള മുത്തുനബിയാണ് എന്ന് പറഞ്ഞ് വാദിച്ചു. ഈ വലിയ പണ്ഡിതൻ്റെ അടുത്ത് കുത്തിരുന്നിട്ടാണ് ഈ കാട്ടുകള്ളനുമായി കൊണ്ട് ബന്ധപ്പെടുന്നത്. നോക്കണം ഓൻ്റെയൊക്കെ ബുദ്ധി പോയ പോക്ക്. നഊദുബില്ല. CM വലിയുള്ള മുത്തുനബിയാണെന്ന് വാദിച്ചു. എന്നിട്ട് അത് മാത്രമല്ല, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്നാണ് CM-നോട് സലാം പറയേണ്ടത്. റസൂലുള്ളാഹിക്ക് സലാം. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ മുസീബത്താണ്. ഇസ്ലാം എന്ന് പുറത്തു പോവില്ലേ? CM വലിയുള്ള ഒരാളെ ശരീരത്തിൽ വന്നിറങ്ങുകയോ അല്ല അള്ളാന്റെ റസൂൽ വന്നിറങ്ങുകയോ വല്ലാത്തൊരു കഷ്ടതയായിപ്പോയി സഹോദരങ്ങളെ. റിസാലത്ത് തന്നെ എന്തോ ആയിപ്പോയില്ലേ? എന്താണ് റിസാലത്തെന്ന് ആ കുട്ടിക്ക് അറിയുമോ? പഠിച്ചിട്ടില്ല. ഞാൻ ആ കുട്ടിയെ ഒഴിവാക്കി. അതിനെ ഉസ്താദേ, ഇവിടെ റിസാലത്തോ ഒന്നും അല്ല പ്രശ്നം. ഇവിടെ റിസാലത്തോ ഈമാനിയത്തോ അതൊന്നും ഒരു പ്രശ്നം തന്നെ അല്ല. ഇവിടെ കാട്ടുകള്ളനാണ് അംഗീകരിക്കണം. കാട്ടുകള്ളന് ഇപ്പോൾ റസൂലുള്ളയാണ് മടവൂര് എന്നാണല്ലോ പറഞ്ഞത്. മടവൂർ തന്നെയാണ് ഇപ്പോൾ റസൂലുള്ള എന്ന് പറഞ്ഞു. ഉസ്താദിൻ്റെ അടുത്ത് പഠിക്കുന്ന ഒരു ശിഷ്യൻ പറഞ്ഞ ഹാഫിളുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കഥയാണ് ഈ പറയുന്നത്. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഈ ഹാഫിളാണ് റസൂലുള്ള എന്ന് പറയും. അങ്ങനത്തോടത്തേക്കാണ് ഈ കൊണ്ടുവരുന്നത്. നോക്കിങ്ങൾ എതിർത്തുകൊണ്ട് തുയ്യൂരൻ്റെ എതിരിൽ പ്രസംഗിച്ചോ സഹോദര, പ്രസംഗിച്ചോ. ഇഷ്ടം തൊഴിയൂര് പറഞ്ഞ കുഞ്ഞേമത് പകര ഉസ്താദിനിക്കെതിരെ പ്രസംഗിച്ചു എന്നാണ് പറഞ്ഞത്. പകര ഉസ്താദിനിക്ക് തൊഴിയൂര് കുഞ്ഞേമീൻ്റെ എത്രയോ മേലുള്ള ആയിരക്കണക്കിന് ശിഷ്യന്മാരുള്ള ഒരു വലിയ പണ്ഡിതനാണ് ഈ പണ്ഡിതൻ. ഈ പണ്ഡിതന്റെ കഥ ഇൻഷാ അല്ലാഹ് ഇതിന് ശേഷം ഞാൻ പറയാം. പോലെ പ്രസംഗിച്ചോ. ഞങ്ങൾക്ക് ആ കുട്ടികളുമായി ബന്ധമില്ല, ഞങ്ങൾ ആ കുട്ടികളുമായി ഒരു പരിചയമില്ല, ഞങ്ങൾ ആ കുട്ടികളുമായി ഒരു അറിവില്ല. നിങ്ങൾക്കറിയുമോ യാഥാർത്ഥ്യം? 2 പ്രാവശ്യം ഹാഫിളിന്റെ അരികിൽ അതിന് മുമ്പ് പോയി തബറുക്ക് വാങ്ങിയവനാണ് ആ കുട്ടി. എന്നിട്ട് ഞങ്ങൾക്ക് പരിചയമില്ല. പച്ചക്കള്ളം. നൗഷാദിന് 100 കണക്കിന് വട്ടം ഫോൺ ചെയ്തവനാണ് ആ കുട്ടി. നിങ്ങളല്ലേ 6 കൊല്ലം പഠിപ്പിച്ചത്? നിങ്ങൾ പഠിപ്പിച്ചു കാണും അള്ളാഹുവിന്റെ റസൂലാണ് CM എന്നാണ് തൊയ്യൂർ എന്നോട് ചോദിച്ചത്. ആര് പഠിപ്പിക്കുമെന്ന്? പഠിപ്പിക്കുന്ന ഒരു ദിവസമുണ്ടെന്ന് മാത്രമാണ് എനിക്ക് മറുപടി പറയാനുള്ളത്.
ആ കുട്ടിയെ പേറി നടക്കുന്നില്ലേ ഇപ്പോഴും നിങ്ങൾ? അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ വിശ്വാസമുണ്ടെന്ന് ധാരണ ഞങ്ങളെ മനസ്സിൽ വരാനുള്ള കാരണം. വെറുതെ വന്നതല്ല. കണ്ടില്ലേ, പകര ഉസ്താദ് പറഞ്ഞതാണ് അതിൻ്റെ സത്യം. പകര ഉസ്താദിൻ്റെ അടുത്ത് പഠിച്ച ഈ കുട്ടി ഹാഫിളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന കുട്ടിയാണ്. ഈ വിശ്വാസം ഇക്കുട്ടിക്കുണ്ട്. അപ്പോൾ ഇക്കുട്ടിക്കുള്ള ഈ വിശ്വാസത്തിനോടനുബന്ധിച്ചിട്ടാണല്ലോ നിങ്ങളാണല്ലോ ഈ വിശ്വാസം പഠിപ്പിച്ചത് എന്നുള്ള നിലക്കാണ് അപ്പറിയുന്നത് എന്നാണ് നിങ്ങളെ പറ്റിക്കൊണ്ടും നിങ്ങൾക്കും ആ വിശ്വാസമുണ്ട് എന്ന് പറയാനുള്ള കാരണം എന്ന് പകര ഉസ്താദ് പറഞ്ഞു. കേട്ടില്ലേ? അതാണ് പറയാനുള്ള കാരണം. വെറുതാണ്ട് വന്നതല്ല. അള്ളാഹുവിന്റെ റസൂലാണത്രേ സിഎം. വലിയ മഹാനാണ്. അതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. അത് പേരോട് ഉസ്താദിനും തർക്കമില്ല, പൊന്മുള ഉസ്താദിനും തർക്കമില്ല. പക്ഷേ സിഎമ്മിന്റെ സ്റ്റേജുകൾ ഏത് എന്നതിൽ പണ്ഡിതന്മാരുടെ ഇടയിൽ തർക്കമുണ്ട് എന്നല്ലാതെ വലിയാണെന്നതിലോ മഹാനാണെന്നതിലോ ആർക്കും തർക്കമില്ല. സുന്നികളായ ഒരു മനുഷ്യനും തർക്കമില്ല. AP EK എല്ലാവരും അംഗീകരിക്കുന്ന ആളാണ് സിഎം വലിയുല്ലാഹി. പക്ഷേ സിഎം വലിയുല്ലാഹിയുടെ ഈ സ്വഭാവം ഏത് റിസാലത്ത്, റസൂലുള്ളാഹിന്റെ റിസാലത്തുണ്ടെന്ന വിശ്വാസം അത് ഈ കുട്ടിയിലുണ്ടായതുകൊണ്ട് ഞാൻ ഒഴിവാക്കി എന്ന് എന്റെ അരികിൽ നിന്നുള്ള വിവരം വ്യക്തമായി എത്തിയിട്ടും ആ കുട്ടിയെ പേറി നടക്കുമ്പോൾ, ആ കുട്ടിയെ ന്യായീകരിക്കുമ്പോൾ, എന്തിനീ പാവപ്പെട്ട കുട്ടികളെ ദർസിൽ നിന്ന് പുറത്താക്കി എന്ന് പൊതുജന മധ്യേ ചോദ്യം ചെയ്യുമ്പോൾ ആ കുട്ടിയുടെ അതേ വിശ്വാസം വെച്ച് പുലർത്തുന്നു നിങ്ങൾ എന്നതല്ലാതെ പിന്നെ എന്ത് പറയാനുണ്ട് നിങ്ങൾക്ക്? അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ ഈ രൂപത്തിൽ മുദ്ര കുത്തിയിട്ട് പറയാനുള്ള കാരണമെന്നാണ് പകര ഉസ്താദ പറഞ്ഞത്. അള്ളാഹു എന്ന് പറയുന്ന ഒരു ലോകം, അള്ളാഹു എന്ന് പറയുന്ന ഒരു ശക്തിയും മുത്തുനബി എന്ന് പറയുന്ന ഒരു തൗഹീദ് ഇവിടെ കൊണ്ടുവന്നവരുമുണ്ട്. അവരുടെ മക്കളാണ് സിഎം വലിയുല്ലാഹി അടക്കമുള്ളവർ. ജീലാനി തങ്ങൾ, റിഫായി തങ്ങൾ, ഹാജാ തങ്ങൾ, മഖ്ദൂം തങ്ങൾ, ഉമർ ഖാലി തങ്ങൾ അവരുടെ പിന്നിലാണ്. ആ തൗഹീദാണ് ഇവിടെ പഠിച്ചത്. മുത്തുനബി അള്ളാഹിന്റെ റസൂല്. ചിലവര് അള്ളാഹു തന്നെയാണ് മുത്തുനബി. അങ്ങനെ ഒരു കൂട്ടര് അള്ളാഹ് മുത്തുനബിയിൽ അത് ഹുലൂൽ ഇത്തിഹാദിന്റെ വാദം എന്ന് പറയും, അവതാരവാദം. ചിലരോ അതുമല്ല, ചില ആളുകള് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് ഈ ലോകം അങ്ങനെ പറയുന്ന നൂരിശക്കാരിൽപ്പെട്ട ചിലരിൽ നിന്ന് ഞാൻ കേട്ട പ്രസംഗമാണത്. ഈ ലോകം അള്ളാഹു തന്നെയാണ്. അപ്പൊ കേട്ടില്ലേ, ഈ കള്ളന്മാരെ സംബന്ധിച്ചാണ് ഈ പകര ഉസ്താദ് ഇങ്ങനൊക്കെ. പകര ഉസ്താദിൻ്റെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരു മൊയൻ തന്നെ അങ്ങനെ ഉണ്ടായപ്പോൾ നന്നാവും എഴുതി കൊണ്ടുനടന്ന് പിന്നെ വടക്കാകുക കണ്ടപ്പോൾ ഓനാണ് പുറത്താക്കി. ഓൻ്റെ വാദങ്ങൾ എന്തായിരുന്നു? അള്ളാൻ്റെ റസൂലാണ് മടവൂര് എന്നുള്ള ആ വാദം ഒക്കെ അവൻ്റെ അടുത്ത് ഉണ്ടായപ്പോൾ അവൻ ഈ ഹാഫിളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവൻ്റെ കൈകാര്യങ്ങൾ എന്ന് കണ്ടപ്പോൾ ആ വാദം ഇവർക്കും ഉണ്ട് എന്നുള്ള നിലക്ക് തന്നെയാണ് ഈ പറയുന്നത് എന്നാണ് പകര ഉസ്താദ് പറഞ്ഞത്. മനസ്സിലാക്കണം. അതാ പകര ഉസ്താദ് ഒന്നും കാണാതെ പകര ഉസ്താദ് വെറുതെ ഒരാളെ കുറ്റം പറയില്ല. അങ്ങനത്തെ വലിയ പണ്ഡിതനാ. ഈ പകര ഉസ്താദിനൊക്കെ നൗഷാദ്, കുഞ്ഞഹമ്മദും സമദൊക്കെ പറയുമ്പോൾ ചിന്തിക്കണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ പകര ഉസ്താദ് എന്ന് പറഞ്ഞ ഈ ഉസ്താദ് ഉണ്ടല്ലോ, ഇദ്ദേഹം രാത്രി കടന്നുറങ്ങുമ്പോൾ ബനിയനിട്ടുകാണ്ട് പൂക്കള് മറിച്ച് നല്ല രൂപത്തിൽ തുണിയെടുത്ത് മുട്ടിൻ്റെ താഴെ നെരിയാണിയുടെ നേരെ മേലെ തുണിയെടുത്ത് അതൊക്കെ റെഡിയാക്കി തലീക്കെട്ട് വൃത്തിയായിട്ട് കെട്ടി റിബിലക്ക് നേരെ കടന്നുറങ്ങുന്ന അത്രയും ഇത് ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ ഉറക്കത്തിൽ വരെ വളരെയധികം സൂക്ഷ്മത പാലിക്കുന്ന ഒരു വലിയ പണ്ഡിതനും ഒരു വലിയ മഹാനുമാണ് മഹാനായ പകര ഉസ്താദ് അവറുകൾ. മനസ്സിലാക്കണം, ഉസ്താദ് അവറുകളെ പഠിക്കാനുണ്ട്. പകര ഉസ്താദ് അവറുകളെ പഠിക്കാനുണ്ട്. ശമ്പളം വാങ്ങാതെ മുദരിസായിട്ട് ജോലി ചെയ്യുന്ന വലിയൊരു പണ്ഡിതനാണ്. ആയിരക്കണക്കിന് ശിഷ്യന്മാരുള്ള വലിയ അഹ്സനിമാർ, കിതാബ് തിരിയുന്ന വലിയ അഹ്സനിമാർ, സഖാഫിമാർ, സഅദിമാർ, എല്ലാ പണ്ഡിതന്മാരും മൂപ്പരുടെ ശിഷ്യന്മാരുണ്ട്. അത്രയും ആ കൂട്ടുകെട്ട്, ആ ഉസ്താദിൻ്റെ ശിഷ്യന്മാരുടെ ആ കൂട്ടുകെട്ട് അത് വലിയൊരു കൂട്ടുകെട്ടാണ്. അത്രയും തെർബിയത്ത് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ശിഷ്യന്മാരെ കൊണ്ടു നടക്കുന്നത്. വലിയ ഔലിയാക്കന്മാരെ, മടവൂർ സിഎം വലിയുള്ളാനെ പോലത്തെ ഔലിയാക്കന്മാരെ വലിയ മഹബത്തുള്ള ആളാണ്. എന്നിട്ട് അങ്ങനത്തെ ഒരു പണ്ഡിതനെ അവരുടെ ഈ റിസാലത്തിൻ്റെ വിഷയം മഹാനായ പകര ഉസ്താദ് കേട്ടപ്പോൾ, ആ വിഷയം പറഞ്ഞപ്പോൾ
എന്തെല്ലാമാണ് കുഞ്ഞേമതും സമതും അതുപോലെ തന്നെ നൗഷാദും പകൽ ഉസ്താദിനെ സംബന്ധിച്ച് പറഞ്ഞത് അറിയോ, പരിഹസിച്ച് പറഞ്ഞറിയോ. കണ്ടോളി നിങ്ങൾ, അള്ളാഹു തആല നിങ്ങൾക്ക് ദുനിയാവെന്ന് തന്നെ നൽകും കേട്ടോ. എന്നിട്ടേ നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുള്ളൂ എന്നുള്ള കാര്യം മറക്കണ്ട.